നമ്മുടെ കേരളത്തിൽ 42 മുതൽ 50 കോടി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം എന്നുള്ളത്. അപ്പോൾ ഈ പ്രമേഹത്തിൻ്റെ കുറേ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അമിതമായിട്ടുള്ള ക്ഷീണം, വിശപ്പ്, മൂത്രശങ്ക. പക്ഷേ ഇതൊക്കെ കൂടാതെ നമ്മുടെ ഷുഗറിന് അല്ലെങ്കിൽ പ്രമേഹത്തിന് കാണുന്ന കുറച്ച് മറ്റ് ലക്ഷണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അൻഷ ധർമ്മരാജ്, QNB ഹെൽത്ത് കെയറിൽ ഹോമിയോപ്പതി ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു. എന്താണ് പ്രമേഹം എന്ന് പറയുന്നത്? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ജസ്റ്റേഷണൽ ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് കുട്ടികളിലാണ് കാണുന്നത്. ജുവനൈൽ ഡയബറ്റീസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പിന്നെ ടൈപ്പ് 2 ആണ് നമ്മുടെ അഡൽട്ടിൽ കാണുന്നത്. ഇതിന് പ്രധാന കാരണം ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി, അതായത് ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അന്നജം വിഘടിക്കും. ഈ അന്നജം വിഘടിച്ചിട്ട് ഗ്ലൂക്കോസായി മാറും. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിലെ ട്രില്യൺസ് ഓഫ് കോശങ്ങൾക്കും എനർജി നൽകുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ കോശത്തിനകത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ വേണം. ഈ ഇൻസുലിൻ എവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസിൽ നിന്നാണ്. പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഇത് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ ഇൻസുലിൻ ഒരു കീ പോലെ വർക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ഈ ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ കോശത്തിനകത്ത് പോയിട്ട് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഗ്ലൂക്കോസ് കോശത്തിനകത്തേക്ക് കയറുന്നത്. അങ്ങനെയാണ് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കുള്ള എനർജി, എല്ലാ മെറ്റബോളിസം, നമ്മുടെ എല്ലാ രാസപ്രവർത്തനവും നടക്കുന്നത് ഈ ഒരു വഴിയാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഇൻസുലിൻ അതിങ്ങനെ കോശങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പരിധി കഴിയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരവസ്ഥ വരും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് നമുക്ക് പ്രമേഹം എന്നുള്ള കണ്ടീഷൻ, മറ്റ് പല കണ്ടീഷൻസ്, അതായത് PCOD, ഫാറ്റി ലിവർ, പിന്നെ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം, ചിലപ്പോൾ EDക്ക് കാരണം, അങ്ങനെ പല കാരണങ്ങളും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഗ്ലൂക്കോസ് അമിതമായിട്ട് വരുമ്പോൾ ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? നമ്മുടെ ഫാറ്റ്, അതായത് ലിവറിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ അബ്ഡോമിൻ്റെ ഭാഗത്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഈ പല ഭാഗങ്ങളിലായിട്ട് ഈ ഇൻസുലിൻ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള കണ്ടീഷൻ ഈ PCOD, ED ഇതിലേക്കൊക്കെ കാരണമായി മാറുന്നുണ്ട്. കൊളസ്ട്രോളിലേക്ക് കാരണമായി മാറാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം അമിതമായിട്ടുള്ള വിശപ്പ് എപ്പോഴും, അതായത് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ പക്ഷെ പിന്നീട് വീണ്ടും കഴിക്കണം എന്നുള്ളൊരു വിശപ്പ് വരാം. പിന്നെ അമിതമായിട്ടുള്ള ദാഹം. എന്തുകൊണ്ടാണ് അമിതമായിട്ട് ദാഹം വരുന്നത്? അതായത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 180 എന്നുള്ള വാല്യൂവിൽ എത്തുമ്പോൾ അത് നമ്മുടെ മൂത്രത്തിലൂടെ ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ മൂത്രം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തു കൂടെ പോകുന്ന കാരണം നമ്മുടെ തലച്ചോറിലേക്ക് ഒരു സ്റ്റിമുലസ് പോവും, ധാരാളമായിട്ട് വെള്ളം വേണമെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അമിതമായിട്ടുള്ള ദാഹം വരും, അമിതമായിട്ട് ക്ഷീണം ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? ശരീരമൊക്കെ ചൊറിയുന്നൊരവസ്ഥ. ഈ പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന മറ്റു കുറച്ച് ലക്ഷണങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെയാണവ? ഒന്ന്, നമ്മുടെ ഈ ചൊറിച്ചിലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ചില ആൾക്കാരിൽ ഈ കാലിൻ്റെ ഈ മുട്ട് ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ കുമിള പോലെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഈ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ടെൻഡൻസി കൂടുന്നത്. പിന്നെ കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് കഴുത്തിന് ചുറ്റും കറുപ്പ്, കൈമുട്ടിൽ കറുപ്പ്, പിന്നെ നമ്മുടെ ഈ മടക്ക് ഭാഗങ്ങളിലൊക്കെ കറുപ്പായിട്ട് വരും. അക്കാൻതോസിസ് നൈഗ്രൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നേരത്തെ കാണിച്ചു തരുന്ന ഷുഗർ ഉണ്ടോയെന്ന് നമ്മുടെ ശരീരം നേരത്തെ കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഈ കറുപ്പ് ഭാഗങ്ങൾ. അതായത് നമ്മുടെ ഈ കഴുത്തിന് ചുറ്റും, കൈയിൻ്റെ ഈ വിരലിൻ്റെ ഭാഗത്തായിട്ട് കട്ടിപ്പ് വരിക, കറുപ്പ് വരിക, പിന്നെ കൈയിൻ്റെ മടക്കിൽ, കക്ഷത്ത് ഈ ഭാഗങ്ങളിലൊക്കെ കറുപ്പ് കൂടുതലായിട്ട് നിൽക്കും. പിന്നെ കാണിച്ചു തരുന്ന മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? നന്നായിട്ട് ചൊറിച്ചിൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വരും പ്രമേഹ രോഗികളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ലക്ഷണങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൈലോട്രോഫി എന്ന് പറയും. അതായത് ഈ പ്രമേഹ രോഗി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുട്ട് മടങ്ങി പോകുക, അതായത് മസിൽസിന് ക്ഷയം വന്നിട്ട് മുട്ട് മടങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. പിന്നെ റെറ്റിനോപ്പതി വരാം, അതായത് കണ്ണിനെ ബാധിക്കാം. കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കാഴ്ചയ്ക്ക് തന്നെ പ്രശ്നം വരും. പിന്നെ വരുന്നതാണ് നെഫ്രോപ്പതി, പിന്നെ ന്യൂറോപ്പതി. ഈ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ എഫക്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മുടെ കാലിലെ ഞരമ്പിനായിരിക്കും. അതുകൊണ്ടാണ് ഒരു പ്രമേഹ രോഗി എപ്പോഴും ഫുഡ് കെയർ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. അതായത് കാലെപ്പോഴും നന്നായിട്ട് വൃത്തിയിൽ സൂക്ഷിക്കണം. ഒരു ചെറിയ ഇൻഫെക്ഷൻ മതി അതൊരു വലിയ, അതായത് ഡയബറ്റിക് ഉള്ളതുകൊണ്ട് വലിയൊരു മുറിവായിട്ട് മാറി നിൽക്കാം. പിന്നെ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നതാണ് എറപ്റ്റീവ് സാന്തോമറ്റോസിസ് എന്ന് വിളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലൊക്കെ ചെറിയ കുമിളകൾ പോലെ ഇങ്ങനെ കുരുക്കളായിട്ട് വരിക.
പിന്നുള്ള ഒരു കണ്ടീഷനാണ് അവർക്ക് വരുന്നത്, നമ്മൾ പറയുന്നതാണ് അതിനെ എന്താ ആർത്രോപ്പതി, അതായത് നമ്മുടെ ഡയബറ്റിക് സ്റ്റഫ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കൈയൊക്കെ മടക്കാൻ കഴിയില്ല, ഈ കൈയുടെ ഈ മടക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് കട്ടിപ്പായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഡയബറ്റിക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്ന് പ്രയർ സൈൻ എന്ന് വിളിക്കും. പ്രയർ സൈൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഡയബറ്റിക് ഉള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ഈ കൈ ഇങ്ങനെ ക്ലോഷറായിട്ട്, അതായത് കൂടുതൽ അടുത്ത് നിൽക്കില്ല, അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരും. പിന്നെ വരുന്ന ഒരു സൈൻ എന്ന് പറയുന്നതാണ് ടേബിൾ ടോപ്പ് സൈൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ടേബിളിൽ ഒരു ബുക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയബറ്റിക് ഉള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ കൈ എന്തായിട്ട് നിൽക്കില്ല, ക്ലോസ് ആയിട്ട് നിൽക്കില്ല. ഇതൊക്കെ ഡയബറ്റിക്കിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത്. പിന്നെ കണ്ണിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കട്ടിപ്പ് പോലെ സ്കിന്നിന് കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ വരുന്നത്. ഈ ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ കൊളസ്ട്രോൾ കൂടുമ്പോൾ എന്ത് വരും? ഹാർട്ട് ബ്ലോക്കിന് സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഷുഗർ ഉള്ള ആൾക്കാരിൽ, അതായത് ആൻജൈന വരുമ്പോൾ, അതായത് ഒരു അറ്റാക്കിൻ്റെ പെയിൻ വരുമ്പോൾ ഈ ഷുഗർ ഉള്ള ആൾക്കാരിൽ പൊതുവെ അറിയാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഞരമ്പിനെ ബാധിക്കുമ്പോൾ ഇവർക്ക് ആ വേദന അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് കാലിന് മുറി വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലൊക്കെ ഇവർ അറിയാത്തതിന് കാരണം ഇവരുടെ ഞരമ്പിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ മുറിവേദന എന്നുള്ള കാര്യങ്ങൾ തന്നെ അറിയപ്പെടാത്തത്. ഇനി ഷുഗർ ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക എന്തായിരിക്കും? FBS. അത് എല്ലാവർക്കും അറിയുന്നതാണ്. FBS നമ്മൾ ചെയ്ത് നോക്കും. ഇതിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ 100 ഗ്രാം എന്നുള്ള വാല്യൂന് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വിളിക്കും? ഷുഗർ ഉണ്ട് എന്നുള്ള കണ്ടീഷനിലേക്ക് പറയാം. അപ്പോൾ ഒരു 100 മില്ലിഗ്രാമിൽ കൂടുതലായിട്ടാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് പറയും. പിന്നെ നമ്മൾ ചെയ്ത് നോക്കുന്ന ഒരു ടെസ്റ്റാണ് റാൻഡം ബ്ലഡ് ഷുഗർ, PPBS അല്ലെങ്കിൽ RBS നമ്മൾ ചെയ്ത് നോക്കും. അപ്പോൾ ഈ RBS എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള, ചിലപ്പോൾ രണ്ട് ദോശ കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം, ചിലർ ചിലപ്പോൾ 3 എണ്ണം കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ആ ഒരു ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്ത് നോക്കുക ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയും, ഓറൽ ഗ്ലൂക്കോസ് ടെസ്റ്റ്. അതായത് 75 ഗ്രാം ഗ്ലൂക്കോസ് നമ്മൾ കുടിക്കാൻ കൊടുത്തിട്ട് നമ്മൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ വാല്യൂ നോക്കും. അപ്പോൾ അതൊരു 140-ന് മുകളിലായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഷുഗറിലേക്ക്, അതായത് പ്രീ ഡയബറ്റിക് എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് അയാൾ നിൽക്കുന്നതെന്ന് പറയാം. പിന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്നത് 25 മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്കാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊന്നും വേണ്ട, ഏറ്റവും നല്ല റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ HbA1c നോക്കുന്നതായിരിക്കും. അതായത് 3 മാസത്തെ ഗ്ലൂക്കോസിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഈ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. ഇത് സാധാരണഗതിയിൽ എന്ന് പറയുമ്പോൾ 5.7 ആണ് നോർമലായിട്ട് വരുന്ന വാല്യൂ. പിന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ടെസ്റ്റാണ് TG-HDL ടെസ്റ്റ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ, അതായത് ഇൻസിഡൻ്റ് ആയിട്ട് നമ്മൾ കൊളസ്ട്രോളിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഷുഗർ ഉണ്ടെന്ന്. ഇതൊരു 2 എന്നുള്ള വാല്യൂൻ്റെ എബോവ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പ്രീ ഡയബറ്റിക് എന്നുള്ള കണ്ടീഷനിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റൊക്കെ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഷുഗർ ഉണ്ടോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ അമിതമായിട്ടുള്ള ക്ഷീണം, നന്നായിട്ട് വേർക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്ക, പിന്നെ എന്താ പറയുക നന്നായിട്ട് വിശപ്പ് വരിക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക, പിന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഷുഗറുള്ള ആൾക്കാർ പ്രധാനമായിട്ടും കഴിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ, പിന്നെ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഫൈബർ റിച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോട്ടീൻസ് നന്നായിട്ട് കഴിക്കുക, പിന്നെ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കണം. കാർബോഹൈഡ്രേറ്റ് കുറച്ചെന്ന് പറയുമ്പോൾ ധാരാളമായിട്ട് അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വെള്ള അരികൾ, അതായത് തവിട് കുറച്ചിട്ടുള്ള അരികൾ ആണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തവിട് കുറച്ച് അരി ഒഴിവാക്കുക എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തവിട് നന്നായിട്ട് കൂട്ടിയിട്ടുള്ള ചോറ്, അതായത് ഒരു കപ്പെങ്കിലും മാക്സിമം കഴിക്കാം. പിന്നെ നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് അന്നജം അടങ്ങിയിട്ടുള്ളതാണ്, അതൊക്കെ ഒഴിവാക്കുക. മൈദ ഒഴിവാക്കുക, റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക, പാക്ക്ഡ് ഫുഡുകൾ, പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന നമ്മുടെ ഡ്രിങ്ക്സ് ഇല്ലേ അതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ നമുക്ക് പറയാവുന്നതാണ് നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക.
അപ്പോൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ന് പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെ തരം ഫ്രൂട്ട്സ് ആണ് നമ്മുടെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളത്. നന്നായിട്ട് പഴുക്കാത്ത, അതായത് നന്നായിട്ട് റൈപ്പൺ ചെയ്യാത്ത ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ എല്ലാവർക്കും കഴിക്കാം. അതായത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ചക്ക, മാങ്ങയിലൊക്കെ 50 ഗ്രാം ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നവരാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചക്കയിലും മാങ്ങയിലും നന്നായി പഴുത്ത് നിൽക്കുമ്പോൾ 50 ഗ്രാം ഉണ്ട്. അപ്പോൾ അധികം പഴുക്കാത്തത് കഴിക്കാം. പിന്നെ പറയുമ്പോൾ പൈനാപ്പിൾ, ഗ്രേപ്സിലൊക്കെ 25 ഗ്രാം ഉണ്ട്. പിന്നെ നന്നായിട്ട് കഴിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ബനാന കഴിക്കാം. ബനാനയിൽ 14 ഗ്രാമേ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളൂ. പിന്നെ കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ നല്ലതാണ്. പിന്നെ പപ്പായ, കിവി, പിന്നെ പേരയ്ക്ക, നെല്ലിക്ക, അങ്ങനെ ഈ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. പിന്നെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്ന കുറച്ച് ഇതെന്ന് പറയുമ്പോൾ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. പിന്നെ ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇടവിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇൻ്റർവെൽസ് കൂട്ടുക, പക്ഷെ അതിലൊരു അളവുണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ് 1 കപ്പ്, ധാരാളമായിട്ട് വെജിറ്റബിൾസ്, പിന്നെ പ്രോട്ടീൻസ്, പിന്നെ നമ്മുടെ ഈ ഫ്രൂട്ട്സ്, അങ്ങനെ ഒരു അളവിൽ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷുഗറിനോടുള്ള ഒരു ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒബിസിറ്റി ഒരു പ്രധാന കാരണമാണ് ഈ പ്രമേഹ രോഗികളിൽ. അങ്ങനെ തടി നന്നായിട്ട് കൂടി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് എടുക്കുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് മിനിമം നന്നായിട്ട് വേർക്കുന്ന രീതിയിൽ എക്സസൈസ് എടുക്കണം. ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ജോയിൻസിനും, അതായത് സാധാരണ ഓടുക നടക്കുക അല്ല, അങ്ങനെയല്ല, വാക്കിംഗ് ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ മസിൽസിനും എല്ലാ ജോയിൻസിനും, അതായത് ഇപ്പോൾ കൈക്കാണെങ്കിൽ ജോയിൻ്റ് ഇളകണം, കഴുത്താണെങ്കിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം, അങ്ങനെ എല്ലാ മസിൽസിനും എല്ലാ ജോയിൻസിനും നന്നായിട്ട് എക്സസൈസ് നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഷുഗറുള്ള ആൾക്കാരിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന ചിലപ്പോൾ ഒരു അവസ്ഥ വരാറുണ്ട്. ഈ ഷുഗറുള്ള ആൾക്കാരിൽ മരുന്ന് കഴിക്കുന്നവരിൽ ഇവരെന്ത് ചെയ്യും, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഷുഗർ കുറഞ്ഞോളൂ. അപ്പോൾ ഈ ഷുഗർ കുറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം. നന്നായിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മെഡിസിൻ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഷുഗർ കുറഞ്ഞു പോവാതെയുള്ള ടെൻഡൻസി ഒഴിവാക്കാം. ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള കണ്ടീഷൻ ഒരു 70 mg/dl നമ്മൾ ഷുഗർ കുറയുമ്പോഴാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വിളിക്കുക. ഇതൊരു 54 മില്ലിയിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് വരാം, മരണത്തിലേക്ക് വരെ ഈ പ്രമേഹ രോഗികളെ നയിച്ചേക്കാം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം, നന്നായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ കുറഞ്ഞു പോവുകയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രമേഹ രോഗികളിൽ ഷുഗർ കുറഞ്ഞു പോകും. അപ്പോൾ അവരിൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. പ്രധാനമായിട്ടും വരിക, ഇവർക്ക് പെട്ടെന്നൊരു വെപ്രാളം വരും. പിന്നെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കൂടി നിൽക്കുന്ന ഒരു പറയും അവർ. പിന്നെ തലകറക്കം വരും, നന്നായിട്ട് വിയർക്കും. പെട്ടെന്ന് ഷുഗർ കുറയുമ്പോൾ നന്നായിട്ട് വിയർക്കും, തല കറങ്ങി വീഴുക, ചിലപ്പം ബോധം കിട്ടി വീഴ വരെ ചേരും ഈ ഷുഗർ കുറയുന്ന ആൾക്കാരിൽ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് റൂൾ എന്ന് വിളിക്കും അതിനെ. അതായത് ഈ ഷുഗർ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഈ ഷുഗർ കുറഞ്ഞു പോകുന്ന ടെൻഡൻസിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിലൊരു മിഠായി കരുതുക, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വായിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, പകരം കുറച്ച് മധുരം എന്തെങ്കിലും നാവിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ള രീതിയിലേക്ക് എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസ് നന്നായി ചെയ്യുന്ന ആൾക്കാരിലാണ് ഇങ്ങനെ ഷുഗർ കുറയാന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു മിഠായോ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ കരുതി വെക്കുക. ഷുഗർ കുറയുന്ന രീതി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്